നേരിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ അതിൻ്റെ കട്ട്സുകളും ചെറിയ പോർഷൻസും ഈവൻ സ്ക്രീൻഷോട്ട് വരെ എടുത്തിട്ട് ഫാൻസ് ഉൾപ്പെടെ വളരെ ആഹ്ലാദിച്ച ഒരു കാര്യമുണ്ട്. ലാലേട്ടൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, നമുക്ക് ആക്ടിങ് വരെ ഈ സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ അത്തരം പോസ്റ്റുകൾ കാണുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം അങ്ങനെ ലാലേട്ടനെ കുറിച്ച് പറയേണ്ട ഒരു ഗതികേട് ഈ മലയാളക്കരയിൽ ഉണ്ടായല്ലോ എന്നുള്ളത്. ഞാൻ പകരം നൽകിയതെല്ലാം നിസ്സാരമായിരുന്നല്ലോ. ലാലേട്ടൻ്റെ ആക്ടിങ് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ എന്തൊരു അപമാനമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം കുറച്ച് നാളായിട്ട് കടന്നു പോയത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. അഭിനയത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അഭിനയം അറിയില്ല. അദ്ദേഹം സിനിമയിൽ ജീവിച്ച് വന്നിരുന്ന ഒരാളല്ലേ. എന്റെ പൊന്നുനായിട്ടവരൊക്കെ അഭിനയത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് തന്നെ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാ മോശമായി പോയി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ അഭിനയം നന്നായി എന്ന് ഞാൻ പറയാത്തത്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പേഴ്സണലി പറയില്ല. ഫോക്കസ് ഔട്ട് ആയിട്ടുള്ള ഒരു ഷോട്ടിൽ അദ്ദേഹം ഒരു കോടതിയിലെ സീന് രണ്ടുപേരും സംസാരിക്കും. അദ്ദേഹം ഫോക്കസ് ഔട്ടിലായിരിക്കാം. അദ്ദേഹം ബ്ലറായിട്ട് പുറകിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഹീസ് ദർ. ആ ഒരു കരിസ്മ, ആ ഒരു ഓറ, അദ്ദേഹത്തിന്റെ ഒരു ആക്ടറിന്റെ ആ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻസ് എനിക്ക് ഉടനീള സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനും എനിക്കറിയില്ല. ചുമ്മാ അദ്ദേഹത്തെ കാണാത്ത സീനുകളിൽ പോലും എനിക്ക് ചുമ്മാ അങ്ങനെ കണ്ണു നിറയാം. എങ്ങനെ ഒരു നടനായിട്ടുള്ള ലാലേട്ടൻ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സിനിമയിൽ കൂടെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ത്രൂ വേർഡ്. ശരിക്കും ഈ സിനിമയിൽ കൂടെ കിട്ടി. അതുകൊണ്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് ജീത്തു ജോസഫിൻ്റെ അടുത്താണ് അതിന് നന്ദി പറയേണ്ടത്. അദ്ദേഹം മാത്രമാണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ലാസ്റ്റ് ദൃശ്യം 2-ലും ഈ സിനിമയിലും ലാലേട്ടന്റെ ഒരു ഗ്ലിംസ് എങ്കിലും തന്നിട്ടുള്ളത്. ഇങ്ങനെ വേണം അഭിനയിക്കാൻ, അവന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് നേര് എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടന്റെ കൂടെ ഒരു കംബാക്ക് സിനിമയായിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. ലാലേട്ടൻ ഈസ് ബാക്ക് ഇൻ ദിസ് ഫിലിം. അതാണ് ഈ സിനിമ നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഈ സിനിമയ്ക്ക് ഒരു യുനാനിമസ്ലി ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ദ പവർ ഓഫ് ലാലേട്ടൻ ഇൻ ബോക്സ് ഓഫീസ്. ലെറ്റ്സ് സീ.